വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കുക്കീസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ ആ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ബാക്ക് എൻഡ് പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുക്കീസ് എന്ന് പറയുന്നത്. ലൈക്ക് കുക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു യൂസറിൻ്റെ ചില കോൺഫിഡൻഷ്യൽ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം, യൂസറിൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്യണം. അതായത് ഇപ്പം നിങ്ങൾ ആമസോണിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ നിങ്ങളെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നിങ്ങളെ മൊബൈലിൽ സ്റ്റോർ ചെയ്യും. എന്തിനാണ്? എപ്പോഴും നിങ്ങൾ ആമസോൺ എടുക്കുമ്പോൾ വീണ്ടും ലോഗിൻ ചെയ്യാൻ വന്നാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റയാണ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്ന സൈറ്റിലോട്ട് കയറുമ്പം ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നത്. ഇതാണ് ആ ലോജിക്ക് വരുന്നത്. അപ്പോൾ ഈ സാധനം എന്താണ്, എല്ലാ വെബ് ആപ്ലിക്കേഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കുക്കീസ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ കുക്കീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് 50 കമൻറ്റും 50 ലൈക്കാണ് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി വന്നിട്ട് നമുക്ക് കുറച്ച് കോഡിങ് ചെയ്തിട്ടുണ്ടല്ലോ, അതെല്ലാം ഞാൻ ഒഴിവാക്കിയാണ്. മിഡിൽ വെയറിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഓക്കെ, ഇതെല്ലാം സെറ്റപ്പാണ്. അപ്പോൾ /login എന്ന് പറയുന്ന റൗട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ സെർവർ റണ്ണാക്കിയാണ്. നോഡ് മോണെന്ന് എൻ്റർ ചെയ്തു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് /login ഏത് മെത്തേഡാണെന്ന് ഞാൻ നോക്കിയില്ല കറക്റ്റ്. ഓക്കെ ഗെറ്റ് മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് /login ഇപ്പം വർക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ പോസ്റ്റ് മെത്തേഡിലോട്ട് പോവുകയാണ്. നമ്മൾ ലോഗിൻ ചെയ്യുന്ന എപ്പോഴും പോസ്റ്റ് മെത്തേഡിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നു, പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ടെർമിനൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇത് നമ്മൾ സെർവർ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ടെർമിനലാണെങ്കിൽ ഇത് പുതിയ ടെർമിനൽ. ഇവിടെ ഞാൻ കുക്കീസ് നമുക്ക് പാസ് ചെയ്യുന്നതിന് എടുക്കുന്നതിനും ഒരു NPM ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ പേരാണ് NPM ഇൻസ്റ്റാൾ കുക്കി പാഴ്സർ. ഓക്കെ, COOKIEPARSER. ഓക്കെ, കുക്കി പാഴ്സർ എന്നാണ് ഈ ഒരു NPMൻ്റെ പേര്. ഇതുവഴിയാണ് നമ്മൾ കുക്കീസ് പാസ് ചെയ്യുക എടുക്കുകയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ NPM ഇൻസ്റ്റാൾ നമ്മൾ കുക്കി പാഴ്സർ ഇൻസ്റ്റാൾ ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വിളിച്ച് അതിനെന്ത് ചെയ്യണം, റൺ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നു, കോൺസ്റ്റ് കുക്കി പാഴ്സർ എന്ന് ഒരു വേരിയബിളിൻ്റെ അകത്ത് റിക്വയറിൻ്റെ അകത്ത് ഞാൻ ഇവിടെ എന്താണ് കുക്കി പാഴ്സറിനെ വിളിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, സെർവർ റണ്ണാകുമ്പോൾ കൂടെ റണ്ണാവുള്ളത് ആയതുകൊണ്ട് app.use അകത്ത് എന്ത് ചെയ്തു, ഞാൻ ആ കുക്കി പാഴ്സറിന് ഇട്ടു. ഓക്കെ, ഇപ്പോൾ നമ്മളെ സെർവറിൻ്റെ കൂടെ തന്നെ കുക്കി പാഴ്സറും റണ്ണിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോർമലി നമ്മൾ ഒരു ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ എന്ന് പറഞ്ഞപ്പോൾ യൂസറിൻ്റെ ഡാറ്റ ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്ന എക്സാമ്പിൾ കേസ് ആണെങ്കിൽ ഇമെയിൽ example@gmail.com എന്നാണ് ഒരു ഇമെയിലും പാസ്വേഡും. ഓക്കെ, പാസ്വേഡ് 1 2 3 4 5 6 7 8. ഓക്കെ, ഈ 2 ഡാറ്റയാണ് നോർമൽ കേസിൽ, ഒരു ബേസിക് കേസിൽ എപ്പോഴും യൂസർ ഇങ്ങനത്തെ ഒരു ഇമെയിലോ പാസ്വേഡൊക്കെ ആയിരിക്കും ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നത്. ഈ ബാക്ക് എൻഡിൽ പാസ് ചെയ്യുന്ന ഡാറ്റ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ സ്റ്റോർ ചെയ്യത്തില്ല. ഈ ബാക്ക് എൻഡിൽ പാസ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ ഫ്രണ്ട് എൻഡ് ബ്രൗസറിൻ്റെ അകത്ത്, ഞാൻ ഇപ്പം എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇപ്പം യൂട്യൂബ് എടുക്കുകയാണ്. ഓക്കെ, യൂട്യൂബ് എടുക്കത്തില്ല, കോപ്പിറൈറ്റ് വരും. എക്സാമ്പിൾ കേസ് ഞാനിപ്പം വിക്കിപീഡിയ എടുക്കുകയാണ്. അപ്പോൾ വിക്കിപീഡിയ ഞാൻ എടുത്തിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കുക്കീസ് എന്ന് കിടക്കുന്നുണ്ടോ, ഈ ഒരു സ്റ്റോറേജ് കണ്ട കുറച്ച് ഡാറ്റ വെച്ചേക്കുന്നത്. ഇത് എന്താണ്, എൻ്റെ ലൊക്കേഷൻ ഇത് തിരുവനന്തപുരം എന്നുള്ള എൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളും വെച്ചേക്കണം. ഈ ഡാറ്റ എന്തിനാണ് വെച്ചേക്കുന്നത്, GeoIP എന്നാണ്. ഈ വാല്യൂവിൻ്റെ പേര് GeoIP എന്നാണ്. ഈ നെയിം വിളിക്കുമ്പോഴാണ് നമുക്ക് ഈ ഡാറ്റ ഇടുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വിക്കിപീഡിയയ്ക്ക് തന്നെ ഇവിടെ ലോകത്ത് ഇപ്പോൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിലും സെർവേഴ്സ് കാണും. അപ്പോൾ ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ ലൊക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, എൻ്റെ സെർവർ ചിലപ്പോൾ വരുന്നത് അമേരിക്കയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ ദുബായിലൊക്കെ ഉള്ള സെർവറിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് റിക്വസ്റ്റ് പോയി റെസ്പോൺസ് വരാൻ നല്ല ഡിലേ എടുക്കുമ്പോൾ യൂസർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ യൂസറിൻ്റെ ഒറിജിൻ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന് അറിയാം IN
ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ സെർവറിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്യിക്കും. അതായത് ഈ ജിയോ ഐ പി എന്ന് പറഞ്ഞാൽ വാല്യൂ വിളിക്കുന്ന സമയത്ത് ഈ ഡാറ്റ വരും. ഇതിൽ IN, കേരള, തിരുവനന്തപുരം, പിന്നെ തുടങ്ങിയ വേറെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് IN എടുത്തിട്ട് എന്ത് ചെയ്യും, നേരെ സെർവർ കണക്റ്റ് ആവുന്ന ഇന്ത്യൻ സെർവറിലായിരിക്കും. ഈ ഫസ്റ്റ് ഡാറ്റ എടുക്കും ഇന്ത്യൻ സെർവർ. കേരളത്തിലും എന്താണ് ഇവർക്ക് സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ സെർവറിലായി കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചില കോൺഫിഡൻഷ്യലായിട്ട് യൂസറിൻ്റെ നമുക്ക് എടുക്കേണ്ട ഡാറ്റ ഇതുപോലെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇതിൽ വേറെ ഒരുപാടധികം ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യും, യൂസറിൻ്റെ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യും. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇതുപോലെ ഈ ഒരു ഒബ്ജക്റ്റ് പോലെ സ്റ്റോർ ചെയ്യത്തില്ല. റീസൺ പെട്ടെന്ന് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ടോക്കൺ ആക്കി മാറ്റും. ടോക്കൺ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഒരു എക്സാമ്പിൾ കേസ് ഞാൻ കാണിച്ചുതരാം. ഈ ഡാറ്റ നേരെ എങ്ങനെ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ നമ്പറായിട്ട് ഇങ്ങനെ കുറേ നമ്പറായി എന്താണ് ഒരു ജസ്റ്റ് എന്താണ് ഒരു അൺറീഡബിൾ ആയിട്ടുള്ള ടെക്സ്റ്റും നമ്പറൊക്കെ ഇതുപോലെ ആവും. ഇങ്ങനെയായിരിക്കും നമ്മളെ ബ്രൗസറിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്ന യൂസറിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഡാറ്റ എന്താണ്, ഇതിനെ എൻക്രിപ്റ്റ് ചെയ്തേക്കാണ്. എന്താണ് ബാക്ക് എൻഡിൽ നിന്ന് എൻക്രിപ്റ്റ് ചെയ്താണ് ഇത് ഫ്രണ്ട് എൻഡിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇത് എന്നിട്ട് ബ്രൗസറിലോട്ട് എന്താണ് യൂസർ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത്, ബാക്ക് എൻഡിലോട്ട് റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് ഈ ഡാറ്റ എന്താണ് ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്തിട്ട് ഇതിനെന്ത് ചെയ്യും, ഡീക്രിപ്റ്റ് ചെയ്ത് ഈ പഴയ ഫോർമാറ്റിലോട്ട് മാറ്റും. ഇങ്ങനെയാണ് നമ്മൾ കുക്കീസ് വഴി ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും താമസിപ്പിക്കാതെ കാര്യം ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം കുക്കീസിനൊക്കെ എക്സ്പയറിയും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ കുക്കിയുടെ പേരിടണം. ഈ ബാക്ക് എൻഡിൽ സ്റ്റോർ ചെയ്യുന്ന കുക്കിക്ക് ഞാൻ എന്താണ് ഇവിടെ വിക്കിപീഡിയയ്ക്ക് വിക്കിപീഡിയ എടുത്തു. അതിൻ്റെ അകത്ത് ഇൻസ്പെക്റ്റ് പോയ സമയത്ത് ആപ്ലിക്കേഷൻ കുക്കീസിൻ്റെ അകത്തുണ്ട് ഈ നൈം കൊടുത്തേക്കുന്നില്ല. അതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ പേരെന്താണെന്ന് ആദ്യം കൊടുക്കണം. അപ്പം ഞാൻ കൊടുക്കുന്നത് എന്താണ്, കുക്കി നൈം. ഇവിടെ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ടോക്കൺ നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. യൂസർ ഇമെയിൽ എന്നാണ് നമ്മൾ ആ ഒരു ഡാറ്റയുടെ പേര്. നമ്മൾ ഇമെയിൽ വെച്ചാണ് ലോഗിൻ കാര്യങ്ങൾ. ഈ ഇമെയിലാണ് യൂസറിൻ്റെ സൈഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ. അതുപോലെ തന്നെ കുക്കിയുടെ എക്സ്പയറി ഡേറ്റ്, കുക്കി എക്സ്പയറേഷൻ മില്ലി സെക്കൻഡ് എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് നമ്മളിവിടെ ആ കുക്കി എത്ര ദിവസം അല്ലെങ്കിൽ എത്ര സെക്കൻഡ് ആ കുക്കി എക്സ്പയർ ആവാതെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു യൂസർ ചില പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 7 ദിവസം 8 ദിവസം കഴിഞ്ഞ് പിന്നെയും വരുമ്പോൾ ലോഗിൻ ചെയ്യാൻ ചോദിക്കുന്ന അതിൻ്റെ അകത്ത് നമ്മളെ ഫ്രണ്ട് എൻഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ കുക്കി പോലത്തെ ഡാറ്റ ഉണ്ടല്ലോ, ഇതിന് എക്സ്പയറി എന്ന് പറയുന്നത് എന്താണ് 7 ദിവസമാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ഇതിൻ്റെ അകത്തും എക്സ്പയറി കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിന് എക്സ്പയറി ഉണ്ട്. നമുക്കത് എന്തായാലും ഇത് എക്സ്പയറി ആണ് ഈ കൊടുത്തേക്കുന്നത്. ബട്ട് അത് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ എക്സ്പയറി ആണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് ഇത് എക്സ്പയർ ആവുന്നത് എന്താണ്, എപ്പോൾ എക്സ്പയർ ആവും എന്നുള്ളതാണ് ഇവിടെ ഇപ്പം കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്കിനി എക്സ്പയറിയും കൊടുക്കാം. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നതല്ല, ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഇത് നമ്മളിനി എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതിന് ഈ കുക്കീസ്. അപ്പോൾ എന്താണ്, നമുക്ക് എക്സ്പയറി കൊടുക്കുക. അപ്പോൾ നമുക്ക് 7 ദിവസം എക്സ്പയർ ആണ്. അപ്പോൾ 7 ദിവസത്തെ മില്ലി സെക്കൻഡിലോട്ട് മാറ്റുമ്പം ഒരു വലിയ നമ്പറാവും. ബട്ട് അത് നമ്മളോട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ 7 × 24 × 60 × 60 × 1000. അപ്പോൾ ഇത് നമ്മൾ ഇത് ഇത്രയും ഗുണിച്ച് കിട്ടുന്ന ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ എന്ന് പറഞ്ഞത് 7 ദിവസത്തെ മില്ലി സെക്കൻഡിന് ആണ്. ഇത്രയും നമ്മൾ ഗുണിക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യ എന്ന് പറഞ്ഞത് 7 ദിവസത്തെ മില്ലി സെക്കൻഡിലാക്കുന്നതാണ്. അതിന് കറക്റ്റ് ആ സംഖ്യ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊരു നോർമൽ വാല്യൂ ആണ്, എപ്പോഴും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂസറിൻ്റെ ലോഗിനിലോട്ട് കിടക്കാം. അപ്പം എന്താണ് യൂസർ റിക്വസ്റ്റ് ബോഡീൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ടെംപ്ലേറ്റ് ലിറ്ററലിൻ്റെ അകത്ത് ആദ്യം റെസ്പോൺസ് പാസ് ചെയ്യണം. എന്താണ് ഇപ്പം നമുക്ക് ഡോളറിൻ്റെ അകത്ത്
യൂസർ ഡോട്ട് നെയിം ലോഗിൻഡ് ലോഗിൻ സക്സസ്ഫുള്ളി. ലോഗിൻ സക്സസ്ഫുൾ എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ എന്താണ് യൂസർ ലോഗിൻ സക്സസ്ഫുൾ. ഓക്കെ, ഇവിടെ യൂസറിൻ്റെ നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എം ടി ആയിരിക്കണം. അതിന് മുമ്പേ നമ്മുടെ ഇഫ് കണ്ടീഷൻ ഞാൻ എഴുതുകയാണ്. ഇഫ് കണ്ടീഷൻ എഴുതുകയാണ്. ആദ്യത്തെ ഇഫ് കണ്ടീഷൻ ഞാൻ പറയുന്നത് യൂസർ ഡോട്ട് നെയിം നോട്ട് കൊടുക്കണം. ഈ നോട്ട് സിമ്പിളിൻ്റെ അർത്ഥം എന്താണ്? യൂസറിൻ്റെ നെയിം ഇല്ല. റിട്ടേൺ റെസ്പോൺസ്. നമ്മൾ എന്താണ് സിംഗിൾ ലൈനിൽ നമുക്ക് കോഡ് എഴുതുമ്പോൾ എന്താണ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ റിട്ടേൺ എന്ന് കൊടുത്താൽ മതി. റെസ്പോൺസ് ഡോട്ട് JSON സ്റ്റാറ്റസ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന 400 ആണ്. 400 എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ബാഡ് റിക്വസ്റ്റ്, അതായത് നമുക്ക് വേണ്ട ഡാറ്റ പാസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. JSON മെസ്സേജ് യൂസർ നെയിം ഈസ് നോട്ട് ഫൗണ്ട്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് എഴുതുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ തൊട്ട് താഴെ അടുത്ത ലൈൻ കോഡ് എഴുതാം. ഇമെയിൽ ഓക്കെ, ഇമെയിൽ ഈസ് നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് വന്ന്. അപ്പോൾ ഈ രണ്ട് ഡാറ്റയും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ യൂസറിൻ്റെ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ റെസ്പോൺസ് പോകുന്നതിൻ്റെ കൂടെ തന്നെ കുക്കിയും നമ്മളങ്ങ് സ്റ്റോർ ചെയ്യും. ഈ കുക്കി എന്താണ്? ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആവുന്നതാണ്. റെസ്പോൺസ് ഡോട്ട് കുക്കി. അത് കഴിഞ്ഞ് കുക്കിയുടെ നെയിം എന്താണെന്ന് കൊടുക്കണം. അപ്പോൾ കുക്കി നെയിം ഞാൻ കൊടുത്തു. എന്നിട്ട് ആ കുക്കിയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണ്? നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നില്ലേ, അതാണ് യൂസർ ഡോട്ട് ഇമെയിൽ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും എഴുതാറുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ മാക്സ് ഏജ് എന്നുള്ളതാണ്. അത് നമ്മൾ എന്താണ് എക്സ്പയറി, കുക്കി എക്സ്പയറി എത്രയാണെന്നുള്ള, എത്ര എന്താണ് ടൈം, എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ ഈ കുക്കി എക്സ്പയർ ആവാതെ നിൽക്കണം എന്നുള്ള മില്ലി സെക്കൻഡിൽ കൊടുക്കുന്നതാണ്. HTTP ഓൺലി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൂ കൊടുക്കണം. ഇതൊക്കെ എന്താണ്? നമ്മൾ ബ്രൗസറിൻ്റെ അകത്ത് വന്ന് കൺസോൾ ലോഗ് വഴി, അതായത് ഇവിടെ ഇൻസ്പെക്റ്റ് എടുത്തിട്ട് ഈ കൺസോൾ ലോഗ് വഴി എന്താണ് ഡോക്യുമെൻ്റ് ഡോട്ട് കുക്കി ഈ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കുള്ള കുക്കീസ് വിളിക്കാൻ പറ്റും. ഒരു ഹാക്കർക്ക് നമ്മളെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് വഴി കുക്കി വിളിക്കുന്ന തടയണം. അതായത് കൺസോൾ ലോഗ് വഴി നമ്മളെ കുക്കീസ്, നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത യൂസറിൻ്റെ കുക്കീസ് നമ്മളൊരു ഹാക്കറിന് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു കുക്കി വെച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ എടുക്കുന്നത് തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? HTTP ഓൺലി ട്രൂ കൊടുക്കും. സെക്യൂർ ഞാനിപ്പോൾ ഫാൾസ് ആണ് കൊടുക്കുന്നത്. അതായത് നമ്മളെ സെക്യൂർ എന്ന് പറഞ്ഞാൽ HTTPS ആയിട്ടുള്ള സൈറ്റിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ കുക്കീസ് സ്റ്റോർ ആവും. അതായത് ഇപ്പോൾ നമ്മൾ HTTP ആണ് സെർവറിൽ ഹോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ സെർവറിൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെക്യൂർ എന്ത് ചെയ്യണം? ട്രൂ ആക്കണം. പിന്നെ സെയിം സൈറ്റ് സ്ട്രിക്റ്റ് ഇത്രയും കൊടുത്ത് കഴിയുമ്പം നമുക്ക് എന്താണ്? കുക്കി സ്റ്റോർ ആവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ വരുന്നു, ലോഗിനിലെത്തി, പോസ്റ്റ് മെത്തേഡ് ബോഡീൻ്റെ അകത്ത് വന്നു, നൈം ഇവിടെ നമുക്ക് നൈം ഇമെയിൽ, നൈം അമീൻ മുഹമ്മദ് എന്ന് കൊടുത്തു. ഇമെയിൽ amin@gmail.com എന്ന് ഞാൻ കൊടുത്തു. സെൻഡ് കൊടുത്തു. ഓക്കെ, അമീൻ മുഹമ്മദ് ലോഗിൻ സക്സസ്ഫുൾ. ഇവിടെ കുക്കീസിൽ കണ്ട ഒന്നെന്ന് വന്നേക്കുന്നേ വന്നിട്ടുണ്ട്. അതായത് യൂസർ ഇമെയിൽ എന്ന് പറഞ്ഞ പേരിൽ
നമ്മളെ ഇതാണ് നിങ്ങൾ ഈ നോക്കണ്ട ആംപർസെൻറ്റ് എന്താണ് പെർസെൻറ്റേജ് 40 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണ്ട. അതായത് ഈ ഡാറ്റ തന്നെയാണ് നമ്മൾ amin@gmail.com തന്നെയാണ് ഇത്. അറ്റിന് ആ ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലാണെന്നേ ഉള്ളൂ. ഡൊമെയിൻ നെയിം ലോക്കൽ ഹോസ്റ്റ്, നമ്മളെ ലോക്കൽ ഹോസ്റ്റിൽ ഇപ്പോൾ ഡൊമെയിൻ നെയിം /എക്സ്പയർ വന്നേക്കുന്നത് ട്യൂസ്ഡേ April 10 എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു ടോക്കൺ എക്സ്പയർ ആവുന്നതാണ്. HTTP ഓൺലി ട്രൂ, സെക്യൂർ എന്താണ് ഫാൾസ്. അപ്പോൾ നമുക്കുള്ള ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുക്കീസിൽ സ്റ്റോർ ആയിട്ടുണ്ട്. എന്താണ് ഞാൻ ഇനി നമ്മളെ ഇതിപ്പോൾ സൈനപ്പ് അല്ലേ ചെയ്താൽ, സോറി ഇത് ലോഗിൻ അല്ല, ഇപ്പോൾ സൈനപ്പ് ചെയ്ത് ഇവിടെ ലോഗിൻ മാറ്റി ഞാൻ സൈനപ്പ് എന്ന് കൊടുക്കുകയാണ്. ഇനി ഈ ഡാറ്റ ഞാൻ നേരെ എന്ത് ചെയ്യുന്നു, ഇതിവിടെ കൊടുത്തിട്ട് ലോഗിൻ ആക്കിയാണ്. അല്ലെങ്കിൽ ലോഗിൻ വേണ്ട, വെരിഫൈ നോക്കാം, യൂസർ ലോഗിൻ ആണോ എന്ന് നോക്കാം. ഇനി ഇത് വെരിഫൈ ചെയ്യണം. ഇപ്പോൾ യൂസർ എന്താണ് ഇനി ലോഗിൻ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. ഇപ്പോൾ ബ്രൗസറിൻ്റെ അകത്ത് നമ്മളിപ്പം ആമസോണിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ ലോഗിൻ ചെയ്യില്ല. അപ്പോൾ എപ്പോഴും വെരിഫിക്കേഷൻ അല്ലേ ചെയ്യുന്നത്, യൂസർ ലോഗിൻ ആണോ, യൂസറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കുക്കി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ app.get/verify എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് റിക്വസ്റ്റും റെസ്പോൺസൊന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഞാൻ ഇനി നമ്മുടെ കുക്കി ഒന്ന് വെരിഫൈ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ സ്റ്റോറായ കുക്കി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഡാറ്റ എന്താണോ എടുക്കുക ഡാറ്റയുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കുക. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പം കുക്കി ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്യുന്നതാണ് കുക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ request.cookies അതിൻ്റെ അകത്ത് നമ്മൾ കുക്കിയുടെ നെയിം ഇവിടെ കൊടുക്കുക. അതായത് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന എന്ത് പേരിലാണോ, അപ്പോൾ ഈ യൂസർ ഇമെയിൽ, അപ്പോൾ ആ കുക്കിയുടെ പേര് കൊടുത്ത് നമ്മൾ ആ സ്റ്റോർ ചെയ്ത വാല്യൂ എടുക്കുക. അത് കഴിഞ്ഞ് ഇഫ് കണ്ടീഷൻ എഴുതണം. അതായത് ഇനി ഇമെയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എറർ പോകണ്ടേ. ഓക്കെ, ഞാനിവിടെ ഇമെയിലിൽ വന്നു, റിട്ടേൺ റെസ്പോൺസ് ഇവിടെ നമ്മൾ എന്താണ് 401 ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒതൻറ്റിക്കേഷൻ എററാണ്. 400 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ യൂസർ നെയിമോ പാസ്വേഡോ പോലെ ബോഡി വഴി പാസ് ചെയ്യുന്ന ഡാറ്റ കൊറിയോ പരാംസോ കിട്ടിയില്ല. ലോഗിൻ എറർ, അതായത് യൂസറിൻ്റെ ടോക്കൺ ഇല്ല, കുക്കീസ് ഇല്ലാത്ത എററിന് നമ്മൾ 401, അതായത് ഒതൻറ്റിക്കേഷൻ എറർ എന്ന് പറയും. ഇതൊക്കെയാണ് ലോഗിൻ സൈനപ്പ് ഒക്കെ ഒതൻറ്റിക്കേഷൻ ആണ്. അതിൽ വരുന്നതാണ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് സ്റ്റാറ്റസ് 401, അതായത് ഒതൻറ്റിക്കേഷൻ എറർ, ലോഗിൻ എററാണ്. അല്ലെങ്കിൽ ഈ ഡാറ്റ നമ്മൾ യൂസറിൻ്റെ ഡാറ്റ ഇല്ല എന്നുള്ളൊരു എററാണ്. JSON മെസ്സേജ് എന്താണ്, കുക്കി എക്സ്പയർഡ് ഓർ നോട്ട് സെറ്റ്, അല്ലെങ്കിൽ കുക്കി സെറ്റ് ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ എക്സ്പയർ ആയെന്നുള്ളതാണ് ഇവിടെ എറർ വരുന്നത്. അല്ല കുക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, response.json മെസ്സേജിൻ്റെ അകത്ത് ടെംപ്ലേറ്റ് ലിറ്ററലിൻ്റെ അകത്താണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇമെയിൽ ഇൻ കുക്കി എന്ന് പറഞ്ഞ് ഞാൻ $ഇട്ട് നമ്മൾ ആ യൂസർ പാസ് ചെയ്ത കുക്കീനെ ഒന്ന് കാണിക്കുകയാണ്, ഇമെയിലിനെ കാണിക്കുകയാണ്. അപ്പം ഇതെന്താണ്, വെറും വെരിഫൈ എന്നുള്ളൊരു പാത്താണ്. ഇതിൻ്റെ അകത്ത് നമ്മളെ യൂസർ എന്താണ് വീണ്ടും വെബ്സൈറ്റിൽ കയറുമ്പോൾ യൂസറിൻ്റെ കയ്യിൽ ടോക്കൺ അല്ലെങ്കിൽ ആ കുക്കി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ വെരിഫൈൻ്റെ അകത്തോട്ട് ഞാൻ ഗെറ്റ് മെത്തേഡിൻ്റെ അകത്ത് റിക്വസ്റ്റ് അയക്കുന്നു. ഇവിടെ ഒന്നും പാസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇമെയിൽ ഇൻ കുക്കി @gmail.com. അതായത് ഇവിടെ നമ്മളിപ്പം എന്താണ് ചെയ്തത്, ആദ്യം നമ്മൾ ലോഗിൻ ചെയ്തപ്പം കുക്കി എന്ത് ചെയ്തു, നമ്മളെ ബ്രൗസറിൽ സ്റ്റോർ ചെയ്തു. ഇപ്പം നിങ്ങളിതൊരു ബ്രൗസറായിട്ട് കൂട്ടണം. ആ ബ്രൗസറിൻ്റെ അകത്ത് കുക്കീൻ്റെ അകത്ത് ഈ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, വൺസ് ഇനി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട, എപ്പോഴെപ്പോഴും ലോഗിൻ ചെയ്യേണ്ട. കാരണം നമ്മൾ ആ കുക്കീൻ്റെ അകത്തുനിന്ന് ഡാറ്റ എടുത്ത് ഇനി ഓട്ടോമാറ്റിക്കലി എപ്പോഴെപ്പോഴും ലോഗിൻ ആയിക്കോളും. അപ്പം നമ്മൾ എന്താണ് വെരിഫൈ ചെയ്യുന്നതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൊരു കുക്കി സ്റ്റോർ ചെയ്യുന്നതും ആ കുക്കി ഇതുപോലെ വാല്യൂ എടുക്കുന്നതും. ഇപ്പോൾ ഇൻ കേസ് കുക്കി ഡിലീറ്റ് ആയിപ്പോയി, ഇപ്പം ഞാൻ ഇവിടെ വരുന്നു,
ഓക്കെ ഓക്കെ സെൻഡ് കൊടുക്കുന്നു. ഓക്കെ കുക്കി ഓൾറെഡി എൻ്റെ അകത്ത് സ്റ്റോർഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് കുക്കീനെ എന്ത് ചെയ്യാം, ലോഗ് ഔട്ട് ചെയ്യുന്ന ഫീച്ചർ. അതായത് നമ്മളവർ വെബിന് കുക്കി ഇപ്പോൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, ഈ എക്സ്പയറി ഡേറ്റ് കഴിയാതെ കുക്കി ഡിലീറ്റ് ആവത്തില്ല. അപ്പോൾ നമുക്കിനി ലോഗ് ഔട്ട് ചെയ്യണം. അപ്പോൾ യൂസറിന് എന്ത് ചെയ്യണം, ഇനി ലോഗ് ഔട്ട് ചെയ്യണം. നമ്മൾ ആദ്യത്തെ ചെയ്ത് എന്താണ്, സൈനപ്പ് ചെയ്ത് കുക്കി സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് വെരിഫൈ വഴി ആ കുക്കീനെ നമ്മൾ എടുത്തു, എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്തു. കുക്കി ഇല്ലെന്നുണ്ടെങ്കിൽ എറർ മെസ്സേജ് കാണിക്കണം. ഇനി നമുക്കുള്ളത് ലോഗ് ഔട്ടാണ്. അതായത് കുക്കി റിമൂവ് ചെയ്ത് കളഞ്ഞാൽ യൂസർ ലോഗ് ഔട്ട് ആയല്ലോ. കുക്കി വെച്ചല്ലേ യൂസർ എപ്പോഴെപ്പോഴും റീലോഗിൻ ആവുന്ന ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വരുന്ന ലോഗ് ഔട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ലോഗ് ഔട്ടെന്ന് നിങ്ങൾ എഴുതണം. ഞാൻ അത് വേറെ ബിഗിനേഴ്സിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നതാണ്. ക്ലിയർ കുക്കി, അതായത് സ്റ്റോർ ചെയ്തേക്കുന്ന ബ്രൗസറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന കുക്കീനെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. കുക്കീനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ബാക്ക് എൻഡ് വഴി മാത്രമേ ഫ്രണ്ട് എൻഡിൻ്റെ അകത്തുള്ള കുക്കീനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബാക്ക് എൻഡ് യൂസ് ചെയ്ത് നമുക്കത് പറ്റത്തില്ല. റിക്വസ്റ്റ് റെസ്പോൺസ്, അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്നു, റെസ്പോൺസ് ഡോട്ട് ക്ലിയർ കുക്കി, എന്നിട്ട് ആ കുക്കി നെയിം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് കുക്കിയാണ് ക്ലിയർ ചെയ്യാനുള്ള ആ കുക്കിയുടെ പേര് കൊടുക്കണം. ഒന്നിൽ കൂടുതൽ കുക്കീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസറിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ മെസ്സേജ് കുക്കി ഹാസ് ബീൻ ക്ലിയർഡ്. ഓക്കെ, ഈ മെസ്സേജ്, അതായത് നമ്മൾ ആദ്യം ഈ ലോഗിൻ ചെയ്ത കുക്കീനെ നമുക്കിനി റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഇവിടെ വരുന്നു, ഇത് പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഡാറ്റ കോപ്പി ചെയ്യുന്നു, ആ ഒരു പാത്ത് കോപ്പി ചെയ്യുന്നു, ഇവിടെ വരുന്നു, ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് റിക്വസ്റ്റ് അയച്ച് ഓക്കെ കുക്കീസ് നമുക്കുള്ള എന്താണ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ ബ്രൗസറിൻ്റെ അകത്ത് കുക്കീസ് ഇല്ല, ഇവിടെയും കുക്കീസ് ഇല്ല. നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. എറർ അടിച്ചു, കുക്കീസ് എക്സ്പയർഡ് ഓർ നോട്ട് സെറ്റ്. എന്താണ് വന്നത്, ഒതൻറ്റിക്കേഷൻ എറർ. അതായത് ലോഗിൻ ചെയ്യാൻ ഇനി പറ്റത്തില്ല. അതായത് വെരിഫൈ ചെയ്യുമ്പോൾ എന്താണ്, കുക്കീസ് ഇല്ല. അതായത് നമ്മളെ ലോഗിൻ ക്രെഡൻഷ്യലായിട്ടുള്ള കുക്കീസ് എക്സ്പയർ ആയിപ്പോയി, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ കുക്കീസ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും കുക്കീസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞ റൗട്ട് വിളിച്ച് പോസ്റ്റ് മെത്തേഡിൽ സെൻഡ് കൊടുത്ത് ഓക്കെ കുക്കീസ് വീണ്ടും സെറ്റായിട്ടുണ്ട്. ഞാൻ നേരെ ഗെറ്റ് മെത്തേഡിൽ വരുന്നു, വെരിഫൈ എടുക്കുന്നു. ഇത് രണ്ടും ഞാൻ എന്താണെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നേരെ അയക്കുന്നു. കുക്കീസ് ഉണ്ട്. ഇവിടെ വീണ്ടും വരുന്നു, സെൻഡ് റിക്വസ്റ്റ് അയക്കുന്നു. കുക്കീസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വെരിഫൈയിൽ വരുമ്പോൾ എന്ത് ചെയ്യും, കുക്കി എക്സ്പയർ ആയി. അപ്പോൾ നമ്മളൊരു ബേസിക് ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ലോഗിൻ സൈനപ്പിന് നമ്മൾ ബാക്ക് എൻഡിൽ പറയുന്നത് ഒതൻറ്റിക്കേഷൻ എന്നാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു സൈനപ്പ് ചെയ്ത് ആ സൈനപ്പ് ചെയ്ത ഡാറ്റ യൂസർ എപ്പോഴും കയറുമ്പോൾ ലോഗിൻ ചെയ്യാതിരിക്കുന്നതിനായിട്ട് നമ്മൾ ആ ഡാറ്റ ബാക്ക് എൻഡിൽ സ്റ്റോർ ചെയ്ത് യൂസറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു. ആ സ്റ്റോർ ചെയ്ത ഡാറ്റ യൂസർ ഓരോ വട്ടവും ബ്രൗസറിൽ കയറുമ്പോൾ വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്യുന്നതിൻ്റെ കോഡ് നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് യൂസറിനിപ്പം ആ ബ്രൗസറിൽ ഇനി ആ പേജിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്ന്, അപ്പോൾ ലോഗ് ഔട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ക്ലിയർ ചെയ്യുന്നതിനുള്ള കോഡ് നമ്മൾ എഴുതി. അപ്പോൾ കുക്കീസ് ഉപയോഗിക്കുന്നതിൻ്റെ ബേസിക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ് ഇത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി റിയൽ വേൾഡ് പ്രൊജക്റ്റിൻ്റെ അകത്ത് നമ്മളിത് ഉപയോഗിക്കുമ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ കുക്കീസ് ഇത്രയേ ഉള്ളൂ. നാളെ ഒരു അടുത്ത ടോപ്പിക്കായിട്ട് നാളത്തെ വീഡിയോ കാണാം. ഓക്കെ, ബൈ.